Good morning all. ഞാൻ രാമകൃഷ്ണൻ ടി ബി MD and CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കാം. നമ്മളിന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പൺ അല്ലെങ്കിൽ ഒരു വോളാട്ടൈൽ ഓപ്പൺ തന്നെയാണ്. കാരണം ഇന്നലെയും നമ്മൾ കണ്ടത് നല്ല രീതിയിൽ മാർക്കറ്റ് മുന്നേറിയതിന് ശേഷമുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഇന്നലത്തെ നമ്മുടെ കമൻട്രിയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു കമൻറ്റ് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി തന്നെയാണ് ഇന്നലെ മാർക്കറ്റിൽ കണ്ടത്. ഹയർ ലെവലിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. അതിൻ്റെ ഇമ്പാക്റ്റിൽ ഇന്നലെ നിഫ്റ്റി 51 പോയിൻറ്റ് താഴെ, അതുപോലെ തന്നെ സെൻസസ് 128 പോയിൻറ്റ് താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ അമേരിക്കൻ മാർക്കറ്റുകളും അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്ത് വെച്ച് നോക്കണം. ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ഇന്നലെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. നമ്മൾ മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെ പോയിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്നലത്തെ അമേരിക്കൻ മാർക്കറ്റ് റാലി നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് ഇന്നലെ റാലി ചെയ്തിരിക്കുകയാണ്. ഡൗ ജോൺസ് 115 പോയിൻറ്റ്, അതുപോലെ തന്നെ S&P 500 39 പോയിൻറ്റ്, നാസ്ഡാക്ക് 188 പോയിൻറ്റ് ഹയർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിൽ വന്നിട്ടുള്ള ജോബ്ലെസ് ക്ലെയിം ഡാറ്റ കഴിഞ്ഞ ആഴ്ചയേക്കാളും കുറവായിരുന്നു. അത് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. കാരണം എക്കണോമിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് അത് നൽകുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇൻഫ്ലേഷൻ കൂട്ടുന്ന ഒരു ഘടകം കൂടിയാണ്. പക്ഷേ എന്നിരുന്നാലും അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ടെക് റാലിയാണ് ഇന്നലെ കണ്ടിട്ടുള്ളത്. ടെക്നോളജി ഷെയർസിൽ പ്രത്യേകിച്ച് ചിപ്പുകൾ ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ റാലി ചെയ്തിട്ടുള്ളത്. NVIDIA, മൈക്രോൺ, AMD ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെയാണ് ഇന്നലെ ഹയർ ലെവലിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിന് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ രീതിയിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോപ്പുലർ ആകുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം ചിപ്പുകൾ വേണം. മെഷീൻസ്, കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിപ്പുകൾ, കമ്പ്യൂട്ടർ റിലേറ്റഡ് ചിപ്പുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഇപ്പോൾ NVIDIA ഒക്കെ വലിയ രീതിയിലാണ് ഇന്നലെ റാലി ചെയ്തിട്ടുള്ളത്. 5% ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ AMD വലിയ രീതിയിലാണ് ഇന്നലെ റാലി ചെയ്തിട്ടുള്ളത്. ഇത് പൊതുവേ ഗ്ലോബലി ഉള്ള റാലിയുടെ ഭാഗമാണ്. ഇപ്പോൾ ജപ്പാനിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള റാലി തന്നെയാണ് ചിപ്പ് കമ്പനികളിൽ നാം കാണുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലും കണ്ടത്. ഒപ്പം അമേരിക്കയിലെ മറ്റ് പല ന്യൂസുകളും ഡെറ്റ് സീലിംഗ് സംബന്ധിച്ചുള്ള ന്യൂസുകളൊക്കെ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ് ഇന്നലെ മാർക്കറ്റിലുണ്ടായിട്ടുള്ളത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് നിക്കി തന്നെയാണ് ഇന്നത്തെയും സ്റ്റാർ. കാരണം ജാപ്പനീസ് നിക്കൈ ഇന്ന് 30,900 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണിത്. കാരണം 33 കൊല്ലത്തെ ഹൈയിലാണ് ജാപ്പനീസ് നിക്കായി ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ടോപ്പിക്സ് ട്രേഡ് ചെയ്യുന്നത് 2171, അതും പുതിയ 33 ഇയർ ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനിലും വലിയ രീതിയിലുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 ആഴ്ചയായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ബിഗ് ബയേഴ്സാണ് ജപ്പാനിൽ. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. 6 മെയ് അവസാനിച്ച ആഴ്ചയിൽ $5.6 ബില്യൺ സ്റ്റോക്കുകളാണ് ജപ്പാനിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. മേജറായിട്ട് വാങ്ങുന്നത് ചിപ്പ് റിലേറ്റഡ് കമ്പനികൾ തന്നെയാണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് സെക്ടറിലുള്ള കമ്പനികളൊക്കെ തന്നെയാണ്. അപ്പോൾ ജാപ്പനീസ് റാലി വലിയ രീതിയിലുള്ള ഒരു ടോക്കായിരിക്കുകയാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളിൽ. ഇത് തീർച്ചയായിട്ടും 1990 ഈ ഹയർ ലെവലിലൊക്കെ വന്നിരുന്നത്. അന്ന് ജാപ്പനീസ് മാർക്കറ്റ് ബബിൾ മാർക്കറ്റൊക്കെ ആണെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ക്രാഷ് ചെയ്തിരുന്നു. ഇപ്പോഴും ആ ഒരു ഫിയർ മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വേറെയാണ്. ജാപ്പനീസ് എക്കണോമി വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് വാല്യുവേഷൻ നോക്കുകയാണ്, അതുപോലെ തന്നെ PE റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ 1990 സ്ഥിതിയല്ല. വളരെ കുറവ് വാല്യുവേഷനാണ് ജാപ്പനീസ് സ്റ്റോക്കുകൾക്കുള്ളത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ബൈയിങ് ആണ് ജപ്പാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏഷ്യയിലത്തെ ഗ്ലോബലി ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2023 ഏറ്റവും കൂടുതൽ റാലി ചെയ്തിട്ടുള്ള ജാപ്പനീസ് മാർക്കറ്റുകളാണ്. തീർച്ചയായിട്ടും ടെക്നോളജി കമ്പനികൾക്ക്, ചിപ്പ് കമ്പനികൾക്ക്, അപ്പോൾ ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ഘടകമാണ്.
നമ്മൾ ഇന്ന് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് തന്നെയാണ്. പക്ഷേ ഒപ്പം വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ Q4 റിസൾട്ട് വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q4 റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഡിഗോ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. അതുപോലെ തന്നെ കിംസ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ബെറ്റർ റിസൾട്ട് തന്നെയാണ്. ഒപ്പം റാംകോ സിമെൻറ്റ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. ടാറ്റ എലക്സി ഇന്ത്യയിൽ ഒരു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ എലക്സി. തീർച്ചയായും ടാറ്റ എലക്സിയും ബെറ്റർ റിസൾട്ടാണ് നല്ല പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഉണവുമുണ്ട എയർ ബാഗ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, അത് നല്ല റിസൾട്ടാണ്. GR ഇൻഫ്രാ പ്രൊജക്ട് നല്ല റിസൾട്ടാണ്. PI ഇൻഡസ്ട്രീസ്, സ്റ്റേറ്റ് ബാങ്ക് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ITC ബെറ്റർ റിസൾട്ട് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ ഓൾമോസ്റ്റ് ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ട് മെജോറിറ്റി ബെറ്റർ റിസൾട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പൊതുവെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഹയർ ലെവലിൽ വരാനുള്ള ചാൻസസും കൂടുതൽ തന്നെയാണ്. ഇനി ടാറ്റ മോട്ടോർ മിക്കവാറും UK ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററി ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. സ്പെയിനിലേക്ക് അവർ പ്ലാന്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ UK ഗവൺമെൻറ് വലിയൊരു ആനുകൂല്യങ്ങളൊക്കെ നൽകി UK തന്നെ ഈ പ്ലാന്റ് പിടിച്ചു നിർത്താൻ നോക്കുകയാണ്. അപ്പോൾ ടാറ്റ മോട്ടറിന് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയേക്കാം. ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പൊതുവേ നമ്മൾ മാർക്കറ്റിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും Q4 റിസൾട്ടുകൾക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഇന്ന് പുറത്ത് വരാൻ പോകുന്ന റിസൾട്ടുകൾ പ്രോമിനൻ്റ് ആയിട്ട് കമ്പനികൾ ഒന്ന് JSW സ്റ്റീലാണ്, പിന്നെ NTPC ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, പവർ ഗ്രിഡ് ഉണ്ട്, മുത്തൂറ്റ് ഫിനാൻസ് ഉണ്ട്, ബന്ധൻ ബാങ്ക് ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, JK ലക്ഷ്മി സിമെൻ്റ് ഉണ്ട്, ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് ഉണ്ട്, അതുപോലെ തന്നെ വാടെക് വാബാഗ് ഉണ്ട്, കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്, DB കോർപ്പ് ഉണ്ട്, അരവിന്ദ് സ്മാർട്ട് സ്പേസസ് ഉണ്ട്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഹിന്ദുസ്ഥാൻ കോപ്പർ ഉണ്ട്, അതുപോലെ തന്നെ കിർലോസ്കർ ഓയിൽ എൻജിൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെയാണ് ഇന്ന് Q4 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന പ്രമുഖ കമ്പനികൾ. ഈ റിസൾട്ടിനനുസരിച്ചുള്ള ഇമ്പാക്റ്റൊക്കെ ഒരു പക്ഷേ മാർക്കറ്റിലുണ്ടാവാം. എന്നിരുന്നാലും ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ തന്നെയാണ്, ഒരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമ്മളും ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗ്ലോബലി നല്ല രീതിയിൽ മാർക്കറ്റ് റാലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും റാലി ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏഷ്യൻ മാർക്കറ്റ് വോളറ്റൈൽ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ന്യൂസുകൾ ഒരുപക്ഷെ ചൈനീസ് മാർക്കറ്റുകളെ വീണ്ടും ഒരു റാലി മോഡിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് പൊതുവെ ഏഷ്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ബീറ്റൻ ഡൗൺ ആയിട്ട് നിൽക്കുന്ന മെറ്റൽ സ്റ്റോക്കുകളിൽ വലിയ രീതിയിലുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വോളറ്റൈൽ ഡേ തന്നെയാണ് ഇന്നും. ഹയർ ലെവലിൽ പ്രോഫിറ്റ് എടുക്കാനുള്ളൊരു ഡിസിഷൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല ഡിസിഷനായിരിക്കും. കാരണം വൊളാറ്റിലിറ്റി വരുമ്പോൾ അത് താഴെ തിരിച്ചു വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.